ഓക്കെ. എന്താ റൊണാൾഡോനെ എന്തിനാ ഇട വെച്ച് നടുക്കല്ല വെക്കണ്ടേ? ആ പുള്ള മെസ്സിനെ എടുത്ത് നടുക്കും വെച്ച്. സത്യം തന്നെ. എന്താ ബീരാൻ വിളിച്ചോ? ഞാൻ ചാറ്റ് നോക്കൂല കേട്ടോ, ഞാൻ ചാറ്റ് നോക്കൂല. ബീരാൻ എവിടെയല്ലേ? ഞാനും ഉണ്ട്. എന്നെ കൂട്ടാൻ വരുമോ? മതിൽ വെച്ചാണ്. അല്ല ഞാൻ വരുവാ, ഞങ്ങളവിടെ വരുവാ. മൂടി അടച്ചു മൂടി. ഇങ്ങോട്ട് വാ, ഞാൻ മുതുക്കിലുണ്ട്. മുതുക്കെത്തി. നമുക്കിന് ആൾക്കാരെ ഒപ്പിക്കണം. എന്റെ കൂടെയുള്ള പയ്യനോടെ പോടാ. ഇതല്ല ബാലന്റെ. ഹലോ, ബാലല്ലേ? എന്റെ ഒരു മൻസൂർ. ഷമീറാണത്. എന്താണ് ഷമീർ, സുഖാണോ? സുഖം. എന്താ പരിപാടി? ഒന്നിങ്ങോട്ട് വരുമോ? എന്താ പരിപാടി? നമ്മളെന്ത് പരിപാടി, ഇങ്ങനെ വെറുതെ നടക്കുന്നു. താരയെ കണ്ടായിരുന്നോ? താരനെ കഴിഞ്ഞ ദിവസം എന്താ ഇതുവഴി പോകുന്നുണ്ട്. എത്ര ദിവസമായി? 2 ദിവസമായോ? 2 ദിവസമായി കാണും. താര ബ്രേക്കപ്പ് ആയി നമ്മള് തമ്മില്. ആണോ? അയ്യോ, വെരി ഗുഡ്. അല്ല, സോ സാഡ്. അപ്പൊ നമ്മള് രണ്ടാളും ഇപ്പൊ എക്സുകളായി. ആണല്ലേ? അതെ. എന്നിട്ട് എന്താ ഫാമിലി ഒക്കെ എങ്ങനെ പോകുന്നു? ഫാമിലി ഇങ്ങനെ നല്ല രീതിക്ക് പോകുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് പുതിയ? കൊള്ളാം, നല്ല തന്നെ. ഇനിയിപ്പം മൊത്തത്തില് ഒന്ന് റെഡിയാക്കി എടുക്കണം. സെറ്റാവ്. അപ്പൊ ഓക്കെ ബ്രോ, കാണാം. ഓക്കെ ഷമീറ. താരനെ കൊണ്ടുപോയി നാര്. ഇനി ഞാൻ പറയട്ടെ, ഇനി പെണ്ണും ഇതൊന്നും വേണ്ട. നമുക്കിവിടെ ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. പെണ്ണും ഇതൊന്നും വേണ്ട. എന്തിനാ ഈ പെണ്ണ്? അതൊന്നും എനിക്ക് വേണ്ട, മനസ്സിലായോ? ഇനി ഗ്യാങ് ബിൽഡ് ചെയ്യുക, അത് തന്നെയാണ് ഇത്. റേഡിയോയിൽ മാറിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? അയ്യോ, കേൾക്കുന്നുണ്ടോ? ഞാനിട്ടുണ്ട്, മുതുക്കിലുണ്ട്. വാ. വേട്ടെ, ഞാൻ ചാറ്റ് നോക്കൂല. റാംബോ. ഹലോ, ഇല്ല. ബീരാനെ, ഞാൻ ബീച്ച് സൈഡ്. എവിടെക്കണേ? ബീച്ച് സൈഡ് എവിടെ? കൊച്ചാപ്പി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ? ഞാനിവിടെ. എന്റെ വണ്ടി കണ്ടില്ല. കണ്ട്. നിക്ക്. അവിടെ.
ഹലോ ആ ബാ നമുക്ക് ഞങ്ങക്ക് ഒന്ന് സംസാരിക്കണോടാ, എവിടെങ്കിലും ഒന്ന് പോവാലോ. നീ ഫ്രീ അല്ലേ? ഞാൻ ഫ്രീയാ. ആ കൊച്ചാപ്പിയും എക്സിയും ഉണ്ട് അവിടെ. എവിടെയാ അവര്? കേറുന്നിടത്ത് വരുമെന്നാ പറഞ്ഞ. ഈ റിപ്പയറില റിപ്പയർ അല്ല, നമ്മളെ മുതുക്കില് കേറുന്ന എൻട്രൻസ് ഉണ്ടല്ലോ. എന്നിട്ട് എവിടെ എന്റെ ഡുണ്ടു എവിടെ? ഡുണ്ടുക്ക് പോയി. ഇതാണോ കൊച്ചാപ്പി? ഹലോ അല്ല ഇതില്ല. കൊച്ചാപ്പി നിങ്ങളെടുത്തി? ഹലോ നിങ്ങളെടുത്തി? നമുക്ക് ബീരാനെ ഒന്ന് ഡ്രസ് ഷോപ്പ് പോയിട്ട് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പത്തേക്ക് അവര് വരട്ടെ. നല്ലൊരു കോസ്റ്റ്യൂം എടുക്കണം. ഒരു ജെന്റിൽമാൻ കോസ്റ്റ്യൂം വേണം കേട്ടാ. ജെന്റിൽമാനാ? എനിക്ക് ട്രാക്കും ഇതൊന്നും പറ്റൂല. പർപ്പിളൊക്കെ കാറ്റാടിയോ? ഹായ് ബ്രോ. കേട്ടില്ല. അത് ഇങ്ങനെ ഹെയർ ചേഞ്ചോ? ഹെയർ മാറ്റണോ? മാറ്റാം. ഇത് കോമഡി ആവോ? എന്നെ ഹലോ. ബ്ലാക്കോ? ബ്ലാക്കാണോ? ഇതുപോലെ ഇതിലൊരു ഭംഗി. ഇനി ഹെയറും കൂടി ചേഞ്ച് ചെയ്യാം. ആ ഹലോ എക്സി. ബീരാൻ പോയിന്. മുതുക്കിലാണോ? മുക്കിലായിരുന്നില്ല, അവിടെ ഗോറ്റ് ഇമ്പോർട്ട് കൊടുത്തപ്പോ ഞാൻ ടെലിപ്പോർട്ടായി വേറെ എങ്ങോട്ടോ പോയി. ആ ഞാനിവിടെ ഡ്രസ് ഷോപ്പിൽ വന്നതാ. ഇപ്പൊ വരാം അങ്ങോട്ട്. കൊച്ചാപ്പി അവിടെ പോയി? കൊച്ചാപ്പി ഓക്കെ. വരുന്നുണ്ട്. ബീരാനെവിടെ? അയ്യോ ബീരാനെവിടെ? ഒരുത്തിനൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നാ.
ഓക്കെ 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 ഞാൻ വരും. അവിടെ അവിടെ എൽവിഡി ഒക്കെ ഉണ്ട്. ഇല്ല വേറെ സ്ഥലത്താണ് ഞാൻ പറയാം. അവിടെ എൽവിഡി ഒക്കെ ഉണ്ട്. എൽവിഡി. ആ കൊച്ചാപ്പി ഞാനിവിടെ ഡ്രസ് മാറാൻ വേണ്ടി വന്നതാ. അങ്ങോട്ട് വരാം. ഓക്കെ. അവിടെ ആള് നിൽക്കണ്ടേ? ഷമീറപ്പ എത്താം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ബ്രോ. ഹായ് ഹായ്. നിങ്ങളാണ് ഇവിടെ നിക്കുന്നത് പറഞ്ഞേ? ബ്രോ ബീരാന്റെ ഫ്രണ്ട് ആണോ? ബീരാൻ എന്താ പേരെന്താ? പേരെന്താ ബ്രോ? കേൾക്കുന്നുണ്ടോ? പേരെന്താ? ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. മൈക്ക് എന്താ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തോ ഒന്നും കേൾക്കുന്നില്ല. പേരെന്താ? ഞാൻ ഒരു 4 പ്രാവശ്യം പേരെന്താന്ന് ചോദിക്കുന്നത്. പേരെന്താ? എൽവീഡ് അല്ലേ? എങ്ങനെ അവന്റെ കൂടെ ഫാമിലിയിലുള്ളതാണോ? അതെ അതെ ഫാമിലിയുള്ളൂ. എന്റെ ഈ ഡ്രസ് ഒന്ന് റേറ്റ് ചെയ്യാവോ? 3. എത്ര? 3യോ? 10 ഔട്ട് ഓഫ് 3യോ? അതെ അതെ. ഇത് ബ്ലാക്ക് ആണെങ്കിലോ? കൊള്ളത്തില്ല. ഇതാണോ നല്ലേ? അല്ല അങ്ങനല്ല, ഇത് കൊള്ളത്തില്ല. ഇത് ബ്ലാക്ക് ആണെങ്കിൽ, ഇതിന്റെ ജാക്കറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ഇട്ടോക്കേണ്ടി വരും. പെട്ടെന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. നോക്കാം. എവിടെ എവിടെ ഇവിടെ ഫോണ് നോക്കട്ടെ. എന്തിനാ എന്നെ കളിയാക്കോളം എന്തിനായിരിക്കും ഇട്ടേക്കണത്? ഇവിടെ ഫോൺ വരുന്നില്ലല്ലോ. ഇത് ഫോൺ വരുന്നില്ല കേട്ടോ. ഇപ്പൊ എങ്ങനെ? ഇപ്പം കുഴപ്പമില്ല. പക്ഷെ പാന്റ് പോരാ. ബ്ലാക്ക് ആക്കണോ? ആ 3 മാറിയിട്ട് എത്രയായി? 10 ഔട്ട് ഓഫ് 3.5. ഒരു ലക്ഷം ഞാൻ റിക്വസ്റ്റ് ചെയ്യേ. റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അവസ്ഥ ഞാൻ ഡ്രസ് നിങ്ങൾക്ക് അടിയുണ്ടോ? പിന്നെ ആരേട്ടാ? ക്രൗച്ച് ബഗ് എനിക്ക് തന്നത് 240 എണീറ്റ്. ഇനീഷ്യല് 0 ഇല്ലില്ല, അത് കുത്തല് ശരിയായില്ല. പിന്നെ നമ്മള് സിറ്റി എത്താണ്ടി പോയേണ്ട ആ രീതിയിൽ പെട്ടെന്ന് പോയി കുത്തി ചെത്ത്. ബീരാനെ ബാബുവാ. കൊച്ചാപ്പി മുതുക്കിലുണ്ട്. വാ മുതുക്കിപ്പോ. വണ്ടി പോകണ്ടോ? പുതിയ ഡ്രസ് ഉണ്ടോ കൊച്ചാപ്പി? ഞാൻ അവിടുന്ന് കാണിച്ചു. അല്ല ഗീരാനെ കൊച്ചാപ്പി എനിക്ക് മനസ്സിലായിക്കള്ള. കൊച്ചാപ്പി കൊച്ചാപ്പിനെ നീ മീറ്റ് ചെയ്തിട്ടില്ല? അപ്പൊ നമ്മള് ഇല്ല, നീ ഉണ്ടായിരുന്നില്ല. ഹലോ, ഇല്ല കത്തിയില്ല.
പോക്കറ്റ് രാജ എവിടെയെന്ന് അറിയില്ല. ഞാൻ എടാ എവിടെയാ കൊച്ചാപ്പി? എവിടെയാ? ഗ്യാരേജിന്റെ അവിടെ ഇതിപ്പോ കത്തുന്നോ? സംസാരിച്ചോണ്ടിരിക്കും. ഗ്യാരേജിന്റെ എവിടെ? ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ തന്നെ തെറ്റി കത്തുന്നോ? എത്രയുണ്ട്? എനിക്ക് 21 ഉണ്ട്. 20 കത്തും. എന്താ? വണ്ടി എടുക്കണോ? ഇല്ല ഞാൻ എന്തിനാ എടുക്കുന്നേ? എന്താ ചെയ്യണ്ടേ? മതിയോ? എന്റെ പേര് ഷമീർ. ആ നൈസ് ടു മീറ്റ് യു. എന്താ ബ്രോന്റെ പേരെന്താ? ബ്ലേഡ് തോമസ് അല്ലേ? എന്താ പരിപാടി സിറ്റിയില്? ആ ഏതാ? ആ ഓക്കെ. അപ്പൊ ശരി. കൊച്ചാപ്പിയാടെ ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ? ഞാനിതിവിടെ ഗ്യാരേജിന്റെ അടുത്തുണ്ട്. റിപ്പയർ. എനിക്കാരെയും കാണുന്നില്ലല്ലോ. ഇല്ല. എവിടെ? ആ ഇതാ കണ്ട്. കൊച്ചാപ്പി കേക്കാം. നീ എന്നല്ലേ ഇത്? ഇവിടെ കാണുന്നില്ല. ഇതാ ഞാനിതാ ഇവിടെ. ഇതാ അനക്ക് നിന്നെ കാണാം. ഇതാ അടികൊണ്ടാ? അയ്യോ ഞാനാ ഇത്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ കത്തുമായിരിക്കും. ആ എന്നാ കത്തിട്ട് വന്നാല്. ഹലോ ഞാൻ മുക്കിലെത്തി. എനക്ക് ആരെയും കാണുന്നില്ല. ഈടാ മറ്റേ ഇത് റിപ്പയറിന്റെ അടുത്ത്. അല്ലല്ല ഓരോരുത്തർ ലോഡായി വരുന്നുണ്ട്. ആ റിപ്പയറിന്റെ അടുത്തേക്ക് വാ. പ്രോ മോഡാക്കാം. കീബോർഡ് ഷോക്കടിക്കുന്നു. ഇപ്പൊ കാണാവോ കൊച്ചാപ്പി? നീ ഒന്ന് ഇറങ്ങിക്കേറ്. എന്താ നീലോത്തി നനപ്പില എന്നെ മോഡാക്കും. എങ്ങനെ ഞാൻ ഇവിടുന്ന് മോഡാക്കാൻ? ഇവിടുന്ന് മോഡാക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് പറ്റൂലടാ. എന്തോ പരിപാടി ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് നമുക്ക് മോഡാക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇതാണോ ചാനൽ ആക്ഷൻസ്?
ഇല്ല. ഇതെങ്ങനെയാണ്? ഇല്ല, ഇവിടുന്ന് പറ്റൂലടാ. ഇവിടുന്ന് ഓടാക്കാൻ പറ്റൂല. സോറി. കോൾ സൂര്യ. ഓക്കെ. എനിക്കാണ് കാണാവോ? ഇപ്പൊ കാണാവോ? ഒരു വലിയക്കുള്ള ഡ്രസ്സല്ല, ഒരു ചാത്തൻ ഡ്രസ്, മൂവി ഡ്രസ്. ഇപ്പൊ നിന്നെ റോഡായി. ഇപ്പൊ ആയോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇവനെ റോഡായി. പക്ഷെ മറ്റേ വൈനക്കിട്ടില്ല, ഷർട്ട് അഴിച്ചിട്ട്. അതെ, ഷർട്ടൊന്നും അഴിച്ചിട്ടില്ല. വൈനക്കേറ്റ് ഷർട്ട് നമ്മൾ അയച്ചിട്ടാ. 3 പേരേ ഉള്ളൂ. അവിടെ നമ്മളുള്ളൂ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണാവോ? ഇതുവരെ ഇല്ല. കുറച്ചുമ്പോ ലോഡാവുമായിരിക്കണം. അല്ലെങ്കിൽ ഷൂ ഒക്കെ ഒന്ന് ഊരിട്ടൊക്കെ ഇട്ട് നോക്കി. ഇപ്പൊ ഏതേതൊരു ഡ്രസ്സിന്റെ ആയില്ല, പറയാൻ പറ്റില്ല. ഇല്ല. ഓക്കെ, അത് വിട്. നമുക്കേ ഇതിലെ സൗണ്ട് ഒരുമാതിരി കേക്കുന്നില്ല. എക്കോ. ഓക്കെ. ഇപ്പൊ കുറവാണോ? എക്കോ ഉണ്ടാവൂടെ, വേറെ വയ്യില്ല. വോയിസിന് എന്തോ ഇഷ്യൂ ഉണ്ട്. അതായത് ദൂരത്തുനിന്ന് സംസാരിക്കുന്നവരുണ്ട്. വോയിസ് എന്തോ പറ്റി. ഞാൻ വെയിറ്റ്, ഒരു വണ്ടി എടുത്തിട്ടാ. ഇപ്പൊ ലോങ് റെഡിയൊന്നും പോയി കഴിഞ്ഞാൽ റെഡിയോ. ഈ വണ്ടി ഇപ്പോയോ? ഓക്കെ. വണ്ടി എടുത്തിട്ട് റീലോഡ് സ്കിൻ എങ്ങനെയാ? റീലോഡ് സ്കിൻ റീലോഡ് സ്കിൻ അടിച്ചു നോക്കി. റീലോഡ് സ്കിൻ അത് കീബൈൻഡ് ഒക്കെ ചെയ്യാൻ പറ്റും. സ്വിച്ച് പിടിച്ചേക്കുമ്പോ ഇതാക്കാൻ പറ്റും. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, റെഡി ആവുമായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു മലന്റെ മുകളിൽ പോവാം. വണ്ടി എടുത്തോണ്ട് വരും. എനിക്കാരും കണ്ടില്ലട്ടോ. ബ്രോ കാണുന്നുണ്ടോ? കുഴപ്പമില്ല. നോ പ്രോബ്ലം. ആണോ? അപ്പൊ ലോഡാകുന്നതായിരിക്കും. എവിടെ അവനെവിടെ? അവനിപ്പോ വണ്ടി എടുത്തിട്ട് വരും. ചത്ത് കഴിഞ്ഞപ്പോ റെഡി ആയിട്ടാ. റേഡിയോ എല്ലാം മാറിപ്പോയല്ലടാ. റേഡിയോ എല്ലാം മാറിപ്പോയല്ലേ? സൗണ്ട് വീണ്ടും ഡിസ്റ്റൻസ് തന്നെ. സൗണ്ട് പിന്നെയും ഡിസ്റ്റൻസ് വന്നോ? അതെങ്ങനെ? സൗണ്ട് ക്ലോസ് ആയിട്ടല്ല, ഇത് റൂമിന്റെ അങ്ങേ അറ്റത്ത് പോയി സംസാരിക്കുന്നത്. ഇപ്പൊ ഓക്കെ. ബാബാ അല്ല വാ, ഏതെങ്കിലും മലന്റെ മുകളിൽ ഇടക്കിട്. 17 താരിപ്പോരല്ല, ഞാൻ പിടിച്ചിട്ടും കിട്ടിയിട്ടില്ല, വരാറില്ല. ബ്രേക്കപ്പ് ആയടാ. ബ്രേക്കപ്പായാ? പാറ്റപ്പാക്കാൻ താല്പര്യമില്ല. പെണ്ണെല്ലാം പോട്ടെ. വേണ്ടല്ലേ? എന്തായിരുന്നു റീസൺ ബ്രേക്കപ്പ് ആവാൻ? അറിയില്ല. എന്താ അവളെ ഇപ്പം വേറെ ആയിട്ട് കൂടെ എന്തോ ഇതാ. ഒന്നും പറയാണ്ടുള്ള ബ്രേക്കപ്പോ? അതെന്തിരി അറിയത്തില്ല. ഓക്ക് ഞാൻ ഇത്രയും കാലം വരാത്തോണ്ടായിരിക്കും. ഇനി ഞാൻ വരൂലെന്ന് വിചാരിച്ചുകൊണ്ട് പോയതായിരിക്കാം.
അല്ല അവര് റിലേഷൻഷിപ്പ് ആയെന്നൊക്കെ അറിഞ്ഞോ? റിലേഷൻ ആണെന്നൊക്കെ റിലേഷൻ ആണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാ ഒന്ന് കണ്ട് സംസാരിക്കാൻ പാടുന്നോ? വരട്ടെ, വരുമ്പോ കണ്ട് സംസാരിക്കാം. അപ്പൊ സിറ്റി ഇല്ല അല്ലേ? എവിടെങ്കിൽ അടുത്തേടം പോവാ. ഇവിടെ അടുത്തൊരു സ്പോട്ട് ഉണ്ട്, ഹോസ്റ്റേജിനൊക്കെ പണ്ട് കൊണ്ടുള്ള സ്ഥലമുണ്ട്. മെയിൻ സിറ്റുവേഷൻ ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ എപ്പോഴും. ഇവിടെ കൊണ്ടുവരുന്നു, ബാക്കപ്പ് വരുന്നു. തരത്തിയായി. മതി, ഇവിടെ മതി. ഇവിടെ ടോപ്പ് ഷെമീർക്ക് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഡെയിലി വരാറുണ്ട് താരനും കൊണ്ട്. ഇനിയിപ്പം അതൊന്നും ഉണ്ടാവില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോ ഒരു ചാൻസ് ഉണ്ടായാലോ. അതെ, ഇല്ലടാ, എല്ലാം കഴിഞ്ഞു വിചാരിച്ചിരിക്കും, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നോക്കാം നമുക്ക്. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാലോ. അപ്പോ എന്റെ അവസ്ഥ ഇപ്പൊ കുറച്ച് ടാസ്കിലാന്ന് നിങ്ങൾക്ക് അറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമുക്ക് ഇനി ഒന്ന് നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി വരുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു എന്താ പറയാ ബാഡ് ലക്കോ എന്താന്ന് വെച്ചാൽ അതിന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഡൗൺ ആയി. അപ്പൊ ഇനി നമ്മളെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ വിഷൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ഒരു വിഷൻ, നമ്മളൊരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ബ്രദേഴ്സായിട്ട് കുറച്ച് പേര് വേണം. നമ്മളെ തൊട്ടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആൾക്കാർ വേണം. അവർക്ക് എന്താ പറ്റിയാൽ ഇതാക്കാനും ചോദിക്കാനും പറയാനും ആൾക്കാർ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിറ്റിക്കകത്ത് വരുമ്പോൾ നമുക്കൊരു ഫാമിലി നിർബന്ധമാണ് ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട പോലെ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ, നമ്മൾ ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയെന്ന്. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായ രണ്ടുപേരാ നിങ്ങൾ, ഇന്നും കൂടെ ഉണ്ട്. അപ്പോൾ എന്നും കൂടെ ഉണ്ടാകണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ബീരാൻ വിളിക്കുന്നുണ്ട്. ബീരാനെ, ഒരു മിനിറ്റ്, ഞാൻ ഒരു ലൊക്കേഷൻ ഇടാം, അങ്ങോട്ടേക്ക് വാ. അപ്പോ അന്ന് പറഞ്ഞ തന്നെ പറയാനുള്ളൂ, നമുക്ക് ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം ഇവിടെ, നല്ല രീതിയിൽ പോണം. അപ്പൊ നിങ്ങൾ കൂടെ എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഡൗൺ ടൈമിലും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കും. ഇനി അങ്ങോട്ടൊരു ഡൗൺ ടൈം ആയിരിക്കൂല, ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മളെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. അതിന് ടൈം എടുക്കും, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തായാലും നടക്കൂല. കാരണം ഇപ്പം നമുക്കൊരു ഇത് തുടങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അല്ലേ? ഇപ്പം നമുക്ക് ആൾക്കാരാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുകയാണ് നമ്മളെ ഇതിലേക്ക് വരാൻ. അപ്പോൾ ഇതൊരു ഡൗൺ ടൈം തന്നെയാണ്, ഇതൊരു പക്ക റിയൽ ഡൗൺ ടൈമാണ്. ഡൗൺ ടൈം എന്നല്ല, നമ്മൾ ഒന്നാമത് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമായിരുന്നു. അപ്പം ഡൗൺ ടൈം ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു അടി തന്നെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇതെല്ലാം നമ്മൾ മാറ്റും, ഇതെല്ലാം നമ്മൾ റെഡിയാക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ വരും. അങ്ങനെ നമ്മളൊരു ഫാമിലി ഇവിടെ ബിൽഡ് ചെയ്യും, നമുക്ക് ഉറപ്പുണ്ട്. അതാണ് എൻ്റെ വിഷൻ, ഇനി മുതലുള്ള എൻ്റെ വിഷൻ അതാണ്. അപ്പൊ നിങ്ങളെയും അതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ കൂടെ നിൽക്കുന്നവര് വേണം. നമുക്ക് നോക്കാം, എന്തായാലും ഇച്ചിരി ടൈം എടുക്കുമെന്ന് അറിയാം, എല്ലാം കലങ്ങി തെളിയുന്നവരെ. എല്ലാ ഇതും ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് എല്ലാ ഇതുണ്ടാവും. നമ്മളെ ഇതുകൊണ്ട് മാറ്റിയെടുക്കുക, നമ്മളെ കാര്യങ്ങൾ വെച്ച് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം
പല ഇതും പേരുദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ കഴിവ് കൊണ്ടും നമ്മളെ ക്യാരക്ടർ കൊണ്ടും നമ്മളതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മളല്ല, ഞാനും നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് ശ്രമിക്കേണ്ട കാര്യം അതാ. അപ്പോൾ അത് 100% ഇട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അടുത്തടുത്ത് പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും, അതെനിക്കറിയാം. അപ്പം അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് സംസാരങ്ങൾ കുറച്ച് ആക്ഷൻസ് കൂടുതലാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ ഇതാവുക, ആക്ഷൻസ് ആണല്ലോ കാണുക. സോ ആക്ഷൻസ് കൂട്ടണം. നമുക്ക് എന്തായാലും തുടങ്ങി നോക്കിയാ. എന്നിട്ട് എന്താ കൊച്ചാപ്പി പ്ലാന്? നമുക്കെന്താ ഓരോരുത്തരെ പരിചയപ്പെടാം. ഓരോരുത്തരെ എന്തായാലും ഇത്ര വലിയ സിറ്റി അല്ലേ, നമുക്ക് വേണ്ടി നിൽക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും, നമ്മളെ അറിഞ്ഞു വരുന്നവരൊക്കെ. വൺ ബൈ വൺ ആയിട്ട് നമുക്കത് തന്നെ. ഞാൻ നിന്നെ മീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മള് ഞാൻ ആദ്യം ഒറ്റക്കായിരുന്നു, പിന്നെ കൊച്ചാപ്പി വന്നു, പിന്നെ എക്സി വന്നു. നമ്മളിപ്പോ 3 പേരായില്ലേ. ഇനി ഇത് 4 ആവും, 4, 5 ആവും, 5, 6 ആവും. നമ്മുടെ അവസ്ഥ അറിഞ്ഞു വരുമല്ലോ. അതെ, 5, 6 ആവും, 6, 7 ആവും. അങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യണം. യെസ്, എല്ലാം നല്ലത്. അതെ, അപ്പൊ പോവാം. ഓക്കെ. ബീരാണ്. എക്സിക്ക് എന്താ പറയണ്ടോ? ഇത് തന്നെ പറഞ്ഞ നമ്മളെല്ലാം തിരിച്ചു വരും, പക്ഷെ അതിന് ടൈം എടുക്കും. അതാണ് തോന്നുന്നു എനിക്ക് പറയാനുള്ളൂ. അതുവരെ നമുക്ക് കാമൻ ക്വയറ്റ് ആയിട്ട് നിൽക്കാം. വേറെ വള്ളികളോ പരിപാടിയോ ഒന്നിനും നമ്മൾ നിൽക്കണ്ട. നമ്മളൊന്ന് സ്റ്റാൻഡായി നിൽക്കുന്നവരെ പറയുന്നവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. ശത്രുക്കളൊക്കെ കുറവാ. അല്ല, ശത്രുക്കൾ ഈ പറഞ്ഞ പോലെ ഇപ്പം വരൂല. നമ്മൾ ഈ പറഞ്ഞ 3, 4 ആയി, 4, 5 ആയി, 5, 6 ആവുമ്പോ ഇത് വരും. അങ്ങനെ ഇത് വരുക ഉറപ്പായിട്ടും വരും, എന്തായാലും വരും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പം വരാത്തെന്താ വെച്ചാ ഈ പറഞ്ഞ പോലെ ഇവന്മാരെന്താക്കാനാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നടക്കൂല, ഇവന്മാരെ കൊണ്ട് നടക്കൂല എന്നുള്ളൊരു ഇതിലായിരിക്കും ഒന്നും ഇതാവാത്തത്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു 5 പേരിൽ 5 ആൾക്കാരിൽ കൂടുമ്പം തനിയാലെ ഇതൊക്കെ വന്നു തുടങ്ങും, അത് ഉറപ്പാ. പക്ഷെ ആ സമയം നമ്മൾ കാമാൻ ക്വയറ്റായിട്ട് നിൽക്കുക. നമ്മളൊരു ഫാമിലി ആയി നമ്മളിതായിട്ട് മാത്രം നമ്മൾ അതിൻ്റെ രീതിക്ക് എന്നിട്ട് നമ്മളെ ക്യാരക്ടർ വിട്ടോ അല്ലെങ്കിൽ ഇത് വിട്ടോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടിയാണെങ്കിൽ അടി, ഇതാണെങ്കിൽ ഇത്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാം. സംസാരങ്ങൾ കുറച്ച് ആക്ഷൻസ് കൂട്ടാം. അതെ, അങ്ങനെ നമ്മൾ പോകൂലല്ലോ. അടിച്ചടിച്ച് മുതുക്കുവാ. അവിടെ ബീരാനുണ്ട്. റോബറി ഒക്കെ വന്നോ? റോബറി ഒക്കെ ട്രൈ ചെയ്യായിരുന്നു. റോബറി ഉണ്ടോ? റോബറി ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇല്ല, ഉണ്ടാവൂല. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ മുതുക്കില്. കത്തലാന്ന് വേണ്ട, കത്തലാന്ന് തോന്നുന്നു. ഇപ്പൊ കത്തുന്ന തോന്നുന്നു. കത്തിയോ? കത്തുന്നുണ്ട്, പെട്ടെന്ന് പോകുന്നു. ഇവിടെ ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു. പിന്നെ കൊച്ചാപ്പി, നമുക്ക് കുറച്ച് പൈസ ആക്കണം. കയ്യില് നോക്കട്ടെ, എത്ര ഉണ്ടെന്ന് നോക്കി. കയ്യില് 95899345 10. എത്ര ഇത്? 10 ലക്ഷം. 10 ലക്ഷം ഉള്ളൂ?
എത്ര അടിച്ചിട്ടുണ്ട്? 10 1 കോടി ആയിരിക്കും. 1 2 3 4 5 6 7 8 9 CR ഉണ്ട്. എന്നെ ഒരു ബിസിനസിന്റെ ഒരുത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓനെ വിളിച്ചെന്തെങ്കിലും നോക്കട്ടെ. എന്ത് ബിസിനസ്സാ? എന്താന്നറിയില്ല, ചോദിച്ചു നോക്കട്ടെ. ഉണ്ടോന്ന് നോക്കി. നോക്കട്ടെ. ആ, ഇവൻ തന്നെ ആള്. പോകുന്നുണ്ട്. കത്തിയോ? ഇല്ല, ഓരോ ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കുക ബാക്ക്. You have reached an automated voice messaging. എവിടാ വാ 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 വാ. ഇപ്പൊ കത്തും. വാ കേറ് കൊച്ചാപ്പി. കേറുന്നു, ട്രൈ ചെയ്യുന്നു. അപ്പുറത്തോട്ട് കയറി. ഓക്കെ. എടാ, ഈ ഹെയർ ഇടുന്ന ചേഞ്ച് ചെയ്യാടാ. ഹെയർ ബാർബർ ഷോപ്പിൽ ഹെയർ ചേഞ്ച് ചെയ്യണോ? വേണ്ടല്ലോ, ഇതല്ലേ പണ്ടോട്ടുള്ള ഹെയർ. അതെ. ഇത് മതി. 400 CR ബ്ലാക്ക് മണിയോ? ആരുടെ കയ്യില്? എൻ്റെ കയ്യിലോ? എടാ, ഈ ബ്ലാക്ക് മണീന്റെ പരിപാടി എങ്ങനെയാ? ബ്ലാക്ക് മണി ശരി കയ്യിലുണ്ടോ? എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു 9 കോടി ഇല്ലേ? ബ്ലാക്ക് ആണോ? ബ്ലാക്ക് അല്ലല്ലോ, അത് വൈറ്റ് അല്ലേ? വൈറ്റ് അല്ലേ? എടാ അതല്ല കേട്ടോ, എൻ്റെ കയ്യിൽ വേറെയും ക്യാഷ് ഉണ്ട്. സ്റ്റാക്ക് ഓഫ് ക്യാഷ്. ഇതെത്രയാ? 4. അതെങ്ങണ്ടാ ബ്ലാക്ക്? ഇതാണോ ബ്ലാക്ക്? അതാണോ ബ്ലാക്ക്? ഇത് കുറേ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. 4 കോടിയല്ല, 400 കോടി ഉണ്ട്. 400 കോടി ഉണ്ട് ബ്ലാക്ക് മണി. 40 കോടിയോ? 40 ആണോന്ന് അറിയില്ല. ഇത് 400 കോടിയല്ലേ? 400 ആണ്, 40 അല്ല. നിന്റെ പോലീസ് പിടിച്ചില്ലേ? 400 കോടി ബ്ലാക്ക് കിട്ടി. അമ്മ എനിക്കറിയില്ല ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ പൈസ വന്നേ? നന്നായി, തുടക്കം നന്നായി. ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോ എങ്ങനെ വാല്യൂ ഉണ്ടാ? ബ്ലാക്ക് വൈറ്റിലോട്ട് ഇതെങ്ങനെ? ഇത് മാറ്റാൻ പറ്റുമോ? വൈറ്റ് ആക്കാൻ പറ്റുമോ? ചോദിക്കണം, ഇവിടെ ഉള്ളവർ ചോദിക്കണം. ആരെങ്കിലും ഉണ്ടോ കണക്ഷനിൽ? ആരെങ്കിലും ഉണ്ടോ? ഈ പൈസ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബ്ലാക്ക് മണി അല്ല, ബ്ലാക്ക് മണി അല്ല, ഇത് വൈറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാലോ. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പൈസക്ക്? നമുക്കൊരു എന്തെങ്കിലും വാങ്ങിയിടാൻ പറ്റുമോ? എന്തെങ്കിലും ബിസിനസ്? വണ്ടികൾ മേടിക്കാം. ബിസിനസ് മേടിക്കാനുള്ള ഫണ്ട് അതുകൊണ്ട് കിട്ടുക ഇല്ല. 400 കോടിയല്ലേ? കിട്ടും. 300 കോടിക്കൊക്കെ ഇവിടെ പെട്രോൾ പമ്പൊക്കെ എത്ര സെല്ലായി പോയതാ? 300 കോടിക്കും 500 കോടിക്കൊക്കെ. ഇതെങ്ങനെ എടുക്കല്? ഇതിപ്പോ നമുക്ക് ആരും ചോദിക്കണം എന്തൊക്കെ അവൈലബിൾ ഉണ്ടെന്ന്. ഇതറിയുന്നൊരു ഡീലർ, ഇതൊക്കെ അറിയുന്ന ഡീൽ ചെയ്യുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. നമുക്ക് ആണെങ്കിൽ ഇപ്പോ KVL അടുത്ത് പോയി നോക്കായിരുന്നു. അവർക്ക് എല്ലാവരും കണക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എക്സ്റ്റാറ്റിൽ ഇട്ട് നോക്കിയാൽ മതി. ബ്ലാക്ക് മണി കണക്ട് റേഡിയോ വേറെ റേഡിയോ ഇതിൽ കയറാൻ പറയല്ലേ? അല്ല, ഈ KVK ആണെങ്കിൽ അവർക്ക് എന്ത് ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മറ്റേ സൂര്യബോസിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓന് ഇതിന്റെ എന്തോ പാടുണ്ടല്ലോ. അവന് അറിയാം. ഇവിടെ ഇപ്പൊ ഒരു പരിപാടി ഇല്ലല്ലോ കൊച്ചാപ്പി?
ഇല്ല You have reached ഇവിടേക്കാണ് an ഫസ്റ്റ് വള്ളി automated voice പിടുത്തുന്നത്. message ഇല്ല അവൻ ഇല്ലാന്ന് തോന്നുന്നു. ബീരാൻ അറിയണ്ടാവളി. വള്ളി പിടുത്തി. ബീരാൻ ഇങ്ങനത്തെ ഉടായ്പെല്ലാം അറിയാൻ ചാൻസ് ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ You സാധനങ്ങളെല്ലാം have reached an automated voice messaging അറിയാം system. അവർക്കൊക്കെ അറിയാം. 1008 is unavailable at the moment. അല്ല ഈ പൈസ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പറ്റും ചെയ്യോ എന്തെങ്കിലും കാരണത്താല്? ആ അത് എടുത്ത് വെക്കാം. ബ്ലാക്ക് മണി കയ്യിലാണെങ്കിൽ പോകും. ആരെയും കൊന്ന് കത്തിച്ചാ പോകും. അയ്യോ, അപ്പൊ എന്താ ഇപ്പൊ ഇത് സേഫ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? ലോക്കർ വെക്കണം. മറ്റേ ലോക്കർ ഇവിടെ മറ്റേ പണ്ടത്തെ റൂം സെറ്റപ്പ് ഉണ്ടോ ഇപ്പൊ ഇവിടെ? അത് മേടിക്കണം എന്ന് പറഞ്ഞേട്ടെ. ലോക്കർ മേടിക്കണം. ആ വാങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആക്ക്. അല്ലേ പിന്നെ ഉള്ള പൈസ മൊത്തം പോക്കായിരിക്കും. കൊണ്ടുവയ്ക്കാം. എവിടെ ലോക്കർ മുതുക്കിലുണ്ടോ? ഞാൻ മാർക്ക് തരാം. ആ അപ്പൊ ഞാൻ പൈസക്കാരനായല്ലേ? വിശകരണേ. അല്ല നമുക്കിപ്പോ ഗ്യാങ് എല്ലാം തുടങ്ങുമ്പോ ഈ ഫണ്ട് ആവശ്യം ഉണ്ടാവുമോ? ആവശ്യം വരും. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാത്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ ഫണ്ടൊക്കെ സെറ്റാക്കാൻ. എന്നാ ഇപ്പൊ നമുക്ക് ഈ ഫണ്ട് എടുത്ത് ഇതിലിടാം. ആ മറ്റേ 9 കോടി ഇടാം. എന്റെ കയ്യിലൊന്നും വെക്കണ്ട. കയ്യിൽ എനിക്ക് പേടിയാ. കയ്യിൽ വെക്കണ്ട. നമുക്ക് എടുത്ത് ഈ പറഞ്ഞ പോലെ ഇതിലിടാം. ആവശ്യത്തിനുള്ളത് വെച്ചാൽ മതി. 1 കോടി 2 കോടി. ആ അതെ. പിന്നെ ഈ ബ്ലാക്ക് കൊടുത്തിട്ട് ഗണ്ണ് കൂടുതൽ കിട്ടുന്നത് അങ്ങനെയും ഉണ്ട്. അല്ല ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഒരു പമ്പ് വാങ്ങിന്ന് വിചാരിക്കേ. ഇപ്പൊ ഒരു പമ്പ് വാങ്ങിയാല് എനിക്ക് ഇപ്പൊ ഒരു 300 കോടി എടുത്ത് ഞാൻ ഒരു പമ്പ് വാങ്ങി. എനിക്ക് അപ്പൊ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട്? ഓരോ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള സ്ഥലം ആണെങ്കിൽ നല്ല പൈസ കിട്ടും. മുതുക്ക് തന്നെ എടുക്കാം നമുക്ക്. ഇതെങ്ങനെ ലേലം വിളിച്ചെടുക്കണോ? അതൊന്നും 300-ന് കിട്ടൂല. ആണോ? ലേലം വിളിച്ചെടുക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ഉള്ള ആൾക്കാർ ആരെങ്കിലും സെല് ചെയ്യണം. ഇപ്പൊ നടത്തുന്ന ആരാ? ഇപ്പം പമ്പ് നടത്തുന്ന ആരാ? ഇപ്പം സാബ് ഗുരുവിന്റെ അല്ലേ മുതുക്കിലുള്ള പമ്പ്. പിന്നെ നമ്മളെ പണ്ടത്തെ ഗ്യാങ് ഹൗസിന്റെ അടുത്ത് അവിടെ സാബ് ഗുരുവിന്റെ തോന്നുന്നു. ഈ പമ്പല്ലാണ്ട് പെട്രോൾ പമ്പ് അല്ലാണ്ട് വേറെ എന്താ ലാഭമുള്ള ബിസിനസ്? ഈ പറഞ്ഞ 300 കോടി 400 കോടി വെച്ച് നമുക്ക് ബിസിനസ് ചെയ്ത് പൈസ ആക്കാൻ പറ്റും. നമുക്ക് ഇതൊരു 1000 കോടിയിലേക്ക് നമുക്ക് എത്തിക്കണം. എന്തൊക്കെയുള്ള ബിസിനസ് ഉണ്ട്? കൂടുതൽ ഇത് തന്നെയാ കാണുന്നത്. പമ്പ് പെട്രോൾ പമ്പ് പിന്നെ മറ്റേ ഇതുമാര് നമ്മള് മെറ്റന്മാര് നമ്മള് ഫസ്റ്റ് മറ്റേ അയ്യോ അവന്റെ പേരെന്താ രാജയോ അവന് ബിസിനസ് തുടങ്ങിണ്ടാവില്ലേ? ഓന്റെ മറ്റേ ഇത് ഓന്റെ പക്ഷെ മുട്ട ബിസിനസ് അല്ലേ? മുട്ടയും പാലും അതൊന്നും ഞാൻ ചെയ്യൂല. അല്ല അവനോട് ചോദിച്ചാൽ അറിയായിരിക്കും. പക്ഷെ ഓനിപ്പോ ഇല്ലല്ലോ. ഓനുണ്ടോ? ഒന്ന് വിളിച്ചോക്കട്ടെ ഞാൻ. ഹലോ ബീരാനെ, ഇവനെന്താ ഈ ഫോൺ എടുത്തിട്ട് ഇത്രയും സമയം ഇങ്ങനെ നിൽക്കുന്ന? You have reached an automated voice messaging system. You have ഇതാണോ സ്ഥലം ഒളിപ്പിക്കാൻ പറ്റിയ? എന്താ കത്തിയോ? നല്ല കത്തല. ഇതിന്റെ അകത്ത് മേടിക്കണം. എനിക്ക് 32 കത്തുവപ്പോ. അല്ല നമ്മളിപ്പോ ഇവിടെ പൈസ ഇടണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അല്ല ഇത് ഇവിടെ നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുവയ്ക്കണ സ്ഥലം നമ്മുടെ സ്റ്റോറേജ് ചെയ്ത്. അല്ലെങ്കിൽ ആരും തട്ടിക്കൊണ്ട് പോവല്ലേ? അതന്നെ. ഓക്കെ. ഇവിടെ അപ്പൊ ലോക്കർ ഉണ്ടോ? ലോക്കർ ഉണ്ട്. മേടിക്കണം. ഞാൻ നോക്കട്ടെ. ഇത് പി എൽ ഇപ്പൊ ഒന്നും വയ്ക്കുന്നത്. അല്ല വാങ്ങാം. ഇപ്പൊ 5-10 കോടിയല്ലേ ഉണ്ടാവും. ഹൗസ് ലോക്ക് പറ്റുമോ നോക്കട്ടെ ആദ്യം. പി എൽ ആന്നേ. എനിക്ക് കാണിക്കുന്നുണ്ടല്ലോ. എന്റെ ലോക്കറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ വയ്ക്കായിരിക്കുമല്ലോ. എടുത്ത് വെച്ച് നോക്ക്. ഹൗസ് ലോക്കർ നമുക്ക് ദൈവത്തിനെ വിളിച്ചൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഹൗസ് സ്റ്റോറേജ് ആണോ ഇപ്പുറത്ത്? ഇവിടെ നമ്മൾ ഇതിന്റെ ഇപ്പുറത്ത് വരുന്ന പോക്കറ്റിന്റെ ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള അതാണോ? ഞാൻ ദൈവത്തെ വിളിക്കട്ടെ. അവിടെ വെച്ചാൽ പോകുമെന്ന് ചോദിച്ചു നോക്കട്ടെ. എന്റെ ഇതായിട്ട് പോയിട്ടില്ല. ഞാൻ കുറെ നാട്ട് കുറെ സാധനം വെച്ചിട്ടുണ്ട്. ഈ ഹണിയുടെ സാധനം അതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് മണി മാത്രമേ അവിടെ പോകുന്നുള്ളൂ കേട്ടോ. മറ്റേ പൈസ അവിടെ നിൽക്കുന്നില്ല. എളുപ്പമുണ്ട്. ഓരോ നോക്കുക.
400 കോടി, ഇത് 400 ഇത് 500 കോടിക്ക് അടുപ്പിച്ച് എന്തോ ഉണ്ട് നമുക്ക് തോന്നുന്നത്. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ബിസിനസ് പ്ലാൻ തപ്പി ഇറങ്ങാം. എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ബിസിനസ് എന്താണ്? വരും എന്തായാലും. ബിസിനസ് ഇവിടെ കുറവാണെന്നാണ് എന്റെ അറിവ്. കുറച്ച് ബിസിനസ് ഇവിടെ ഉള്ളൂ. 5 താഴെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം. ബാക്കിയുള്ളൊക്കെ ഇപ്പൊ കറന്റ് വണ്ടി പോലും ഇല്ല. വണ്ടി മേടിക്കാൻ പോലും ഇവിടെ ആളുകളില്ലെന്ന് പറഞ്ഞു. അവരെന്തോ ഇന്നാക്കിയോ അത് ഷോപ്പ് മാറ്റി എന്തൊക്കെ പറയുന്നുണ്ട്. ആണോ? അത് നല്ല വണ്ടിയൊക്കെ മേടിക്കണ്ടേ? വണ്ടി വാങ്ങണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഒരു വണ്ടി എടുത്താലോ? ഇപ്പൊ അവിടെ കടയില്ലെന്നൊക്കെ പറഞ്ഞേട്ടെ. ബ്രോ ഹലോ കേൾക്കുന്നുണ്ടോ? എന്നാ പിന്നെ നാളെ വാങ്ങാം. ഹലോ ബ്രോ കേൾക്കുന്നുണ്ടോ? ഇന്ത്യന്റെ കൊടിയുള്ള ബാഗിട്ട ചങ്ങായി കേൾക്കുന്നുണ്ടോ? ഹലോ കേക്കുണ്ടോ? കേക്കാം. ഇവിടുത്തെ വണ്ടിയൊക്കെ മേടിക്കുന്ന ഇപ്പൊ ഇത് അവൈലബിൾ ആണോ? വണ്ടിയൊക്കെ മേടിക്കാൻ പറ്റുമോ? അറിയില്ല, ഇന്ന് മേടിച്ചെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് അറിയില്ല. എങ്ങായി ബ്രോന്റെ പേരെന്താ? അവിടെ കേട്ടോ. എന്റെ പേര് അമർനാഥ്. ആ എന്റെ പേര് കൊച്ചാപ്പി. എന്തേ നീയൊക്കെ സ്റ്റെപ്പിനകത്ത് കേറി? എന്താ ഇങ്ങള് പരിചയണ്ടോ? ആ പരിചയണ്ട്. പാർക്കിന്റെ ഇടയ്ക്കായിരുന്നു. ആണോ? ഉള്ള കൈ എല്ലാം വെട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഒരുത്ത വണ്ടി എടുത്തുകളെന്ന് തോന്നുന്നത്. വണ്ടി തുറന്നിട്ട് അറിയില്ല. അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ച് ധാരണയില്ല. നീ അല്ലടാ ഇതിനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എപ്പോഴും. എന്നിട്ട് നിനക്ക് എഴുതിട്ടൊന്നു എനിക്കറിയില്ല എന്താന്നൊക്കെ അറിയില്ല. ഞാൻ എന്റെ ഗണ്ണ് ഇവിടെ വെച്ച് കാണില്ലടോ. നല്ല തീരുമാനം. നമ്മള് ഒരു സാധനം വെക്കാൻ വന്നത്. അപ്പൊ ഇപ്പൊ വെക്കണ്ടെന്ന് അർത്ഥപ്പോ. അല്ല അപ്പൊ അയ്യോ എന്നാ പിന്നെ ക്യാഷ് എടുത്ത് പോവാം. ഇത് പേടിയാന്ന്. ആ എന്നാ വാ. അയ്യോ വാ വിടാലോ മോനെ. കയ്യില ആകെ കൂടി എന്റെ കയ്യിലാകെ ഇതേ ഉള്ളൂ. ഇത് വെച്ച് എന്തെങ്കിലും ഈ ജീവിതത്തിൽ എനിക്ക് ആകണം. ഇല്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. വന്നേ കൊച്ചാപ്പി, ഇത് നല്ല സ്ഥലത്താ നീ എന്നെ കൊണ്ടുവന്നിട്ട്. വാ വിടാം. അയ്യോ ഇത് വെക്കാൻ പറ്റുന്നുണ്ടോ? സാധനം വെക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വെക്കണ്ട. വെച്ച് കഴിഞ്ഞാ പോകുന്നൊക്കെ പറയുന്നത്. അയ്യോ ഇത് അയ്യോ സോറി. വണ്ടി കൊള്ളാട്ടോ. എന്റെ പേര് ഷമീർ. ബ്രോ എന്താ ചെയ്യുന്നേ? ഏതാ വെറുതെ നടക്കുന്നോ? എന്തെങ്കിലും ബിസിനസ് എന്തൊക്കെ ഉണ്ടോ? ബ്രോക്ക് ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കേണ്ട പരിപാടി എല്ലാം അറിയോ? ഒരു 400 കോടി. കുടുംബം ആരാ കണക്ഷൻ ഉണ്ടോ? എത്ര പറ്റും? 4 കോടിയോ? എന്താ ബിസിനസ്? ഇത് കയ്യിൽ വെച്ച് നിക്കാൻ പേടിയാവുന്നടാ. എപ്പ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെ? ഇതിന്റെ അകത്താണോ വെച്ചേ? കയ്യിലുണ്ടോ? അപ്പത്തോട്ട് പോയത്. അതെ ഇതാ പ്രശ്നം. ചോദിച്ച് മനസ്സിലാക്കി ചിലപ്പോ ആളുടെ ഇപ്പൊ വിളിച്ചു വിട്ടിട്ട് അപ്പുറത്ത് ഓസ എടുക്കാൻ നിൽക്കും. തീർന്നില്ലേ? ബാ കൊച്ചാപ്പി നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് പേടിയാന്ന്. ഓരോരുത്തർ വരാനുണ്ട്. എന്തായാലും ഇപ്പൊ വരുന്നു. അപ്പൊ ബ്രോ കാണാട്ടോ. എവിടെയെങ്കിലും വെച്ച് കാണാം. പേരെന്താ പറഞ്ഞേ? കീലേരി. നൈസ് ടു മീറ്റ്. ഇപ്പൊ വരും. എക്സി ഇപ്പൊ വരും. ഇത്ര കോടിയോ? അതാ ഞാൻ ഇത് മറ്റേ പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ആയല്ലോ. ഞാൻ പോലും പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട് എന്നുള്ള കാര്യം. അല്ല ഇത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്കിനിപ്പോ ഗാങ്ങും പരിപാടിയെല്ലാം വരാൻ പോയി. അപ്പൊ ഫണ്ടും പരിപാടിയെല്ലാം പോകണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം. കുറച്ച് ബിസിനസ്സിൽ ഇറക്കണം. ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ കാറും ഇതെല്ലാം വാങ്ങാം. അതൊന്നും കുഴപ്പമില്ല. എക്സിയുടെ പോയോളി
കത്തിപ്പോയെന്ന് എല്ലാരും കത്ത ഇതാണ് ചിലപ്പോ ഇവിടെ പല പരിപാടിയും. ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോ ആരെങ്കിലും ഇതാക്കോ എന്ന പേടി. ഇത് ഗ്യാരേജ് എങ്ങനെ സ്ഥലത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ആണോ? ആ ഇതൊക്കെ സേഫ് സോണുകളാണ്. ഈ ഗ്യാരേജുകളെല്ലാം സേഫ് സോണാണ്. എന്തിനും പറഞ്ഞ് പുറത്തോട്ട് ഇറക്കിപ്പിച്ച് സേഫ് സോണിൽ നിന്ന് മാറി നിന്നിട്ട് അവിടെ നിന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരു പരിപാടി നടക്കില്ല. അല്ല നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അങ്ങനെ അപ്പൊ അല്ലാണ്ട് ഇവിടെ നമുക്ക് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആരും മറ്റേ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടാനൊന്നും പറ്റത്തില്ല. എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ പുറത്ത് പോയി വലിച്ചു കഴിഞ്ഞ് ബണ്ടും കിട്ടുവന്, പിന്നെ പൈസ തിരിച്ചു കിട്ടും. ആണോ? യെസ് യെസ്. അല്ല ഇതിപ്പോ ഈ പൈസ നമ്മളിപ്പോ മാറ്റുമ്പോ ഇത് 400 കോടി നമ്മള് ബ്ലാക്ക് അല്ല കൊടുക്കുന്നേ. 400 നമ്മള് ബ്ലാക്ക് കൊടുക്കുമ്പോ നമുക്ക് 400 ബ്ലാക്ക് തന്നെയാണോ കിട്ടാ? അല്ലല്ല, അതിന്റെ വാല്യൂ ബ്ലാക്കിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വൈറ്റ് കിട്ടും. അപ്പൊ 400 കൊടുത്താല് 400 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാ അത്യാവശ്യം കിട്ടും, മുകളിൽ കിട്ടും. അത് ചിലപ്പോ ഒരു 500 ചിലപ്പോ കിട്ടുമായിരിക്കും. 500 പോരാ. അതാ ഞാൻ ഒരു ഊഹം പറഞ്ഞ കൂടുതൽ കിട്ടും. ഐ തിങ്ക് ഇതിന്റെ ഒരു 2-3 ഇരട്ടി കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, വീടെന്തും വാങ്ങാം അല്ലേ? ഞാൻ അങ്ങനെ ഇത്ര പെട്ടെന്ന് റിച്ച് ആയത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹെൽപ്പ് ഇട്ടിട്ട് തന്നെ ആരും മാറ്റാത്ത. അല്ല ഗോഡിനൊന്നും വിളിക്കണ്ട, ചിലപ്പോ പൈസ കിട്ടിയാലോ. അവരായി ചെയ്യൂലല്ലേ. 4000 കിട്ടുന്നോ? ഒന്നുകൂടി റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. കൊച്ചാപ്പി, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 400 കോടി നമ്മള് കൊടുത്തതിനാലേ ഒരു 4000 കോടി കിട്ടും. പക്ഷെ അത്രയും പൊട്ടൻഷ്യൽ ആയവരുണ്ടാവോ? അത്ര കാര്യം ഉണ്ടോ ബ്ലാക്കിന് ഇപ്പൊ ഇവിടെ? ഉണ്ട്. ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീലർ കിട്ടണം. അതുവരെ ഫണ്ട് സേഫ് ആക്കി വെക്കുകയും വേണം. പമ്പിലുള്ള വേട്ടവാളിയെ പൊക്കിയാ പോരെ, അവന്റെ കാശ് ഉണ്ടാവൂലേ. എന്നാ പിന്നെ മറ്റേ ഇവനെ പിടിക്കണം. ആരാ, എന്താ പേര്? റിച്ച് സാബോ? സാബ് ഗുരു. സാബ് ഗുരുവിനെ പൊക്കണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത്രയും ഒരുമിച്ച് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും വിട്ടു, അല്ലെങ്കിൽ കുറച്ചായിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വലിപ്പിച്ചാൽ എന്ത് ചെയ്യും? വലിപ്പിക്കൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മള് കയ്യിൽ നിന്ന് കുറച്ച് കൊടുത്ത്. അങ്ങനെ. ഓക്കെ. മനസ്സിലായി. അല്ല ഇതിപ്പോ നമ്മള് ഇപ്പൊ 100 കോടി എടുത്താൽ തന്നെ 1000 കോടി കിട്ടും. 1000 കോടിയെല്ലാം തരാൻ കഴിവുള്ള ആരാടാ ഇപ്പൊ ഈ സിറ്റിയിലുള്ളത്? ഈ 4000 കോടി അല്ലല്ല, ഈ 4000 കോടി ഇപ്പൊ നമുക്ക് ആസ്തി ഉണ്ടല്ലോ. അന്റെ അത്ര ആസ്തിയുള്ള ആരാ ഇപ്പൊ ഉള്ളത്? അതായത് നമ്മുടെ ഇത്ര ഒന്നും പറയണ്ട, ആകെ ഒരു 50 കോടി ഉണ്ടെന്നോ അതൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആരെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യാൻ നേരത്ത് അങ്ങനെ കൊടുക്കുക. തൽക്കാലം ഇപ്പൊ കൈ പിടിച്ചിട്ടല്ലേ നടക്കണേ. അതുകൊണ്ട് നമുക്കിത് ആദ്യം എന്താന്ന് വെച്ചാലേ ആദ്യം ഈ പൈസ ഒന്ന് സേഫ് ആക്കി വെക്കാം. അതന്നെ. എന്നിട്ട് ഈ പറഞ്ഞ ആരടുത്താന്നോ ആരയിലാന്നോ പൈസ ഉള്ള ഇപ്പൊ ആരാണെങ്കിലും ഈ പറഞ്ഞ പൈസ നമുക്ക് തരാൻ പറ്റുന്ന ആരാണെങ്കിലും അവരുമായിട്ട് ഒരു ഡീൽ വെക്കാം. ഇപ്പൊ പക്ഷെ ഇത്രയും പൈസ ഉള്ള കാര്യം ആരും പറയണ്ട. ഇല്ല. അല്ലെങ്കിൽ 50 കോടിയോ അല്ലെങ്കിൽ 40 കോടിയോ അത്രയൊക്കെ പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞ ഈ പൈസ ഇടക്ക് ഒളിപ്പിച്ചു വെക്കണം. എനിക്ക് പേടിയാന്ന് ഇത് കൈമ നോക്കുമ്പോ. പേടിക്കണ്ട, നമ്മളിവിടെ ഉണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലോ ഇത് കൊണ്ടുപോവാ. ഞാൻ ഒറ്റക്കുള്ള സമയത്ത് ഇത് വെച്ച് റിസ്ക് എടുക്കാൻ പറ്റും. ഫണ്ട് ആദ്യം സേഫ് ആക്കണം. ഫണ്ട് ആദ്യം സേഫ് ആക്കണം. സംഭവിക്കുന്നില്ല, ഇത് എടുക്കാനായിട്ടുള്ള ആൾക്കാർ മീൻസ് നമ്മളെ കയ്യിൽ നിന്ന് പോക്കാൻ വേണ്ടിട്ടുള്ള ഇന്റൻഷനിലെ ആൾക്കാർ വരും. അതെ. അവർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഇത് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അത് പണിയാ. ഇത് ആദ്യം ഫണ്ട് സേഫ് ആക്കണം, എന്നിട്ടേ ബാക്കി പരിപാടി ഉള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞ ആരെയും പുറത്തിറങ്ങാനുള്ള നടത്തും. ഇതിപ്പോ എന്താ ഇപ്പൊ ആരെ കാണാൻ വരും, എല്ലാം ശരിയാവും. ഗോഡിനൊന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക്? കെവിയിലാക്കാണ്ട് സംസാരിക്കാം. ആദ്യം 50 കോടി പറഞ്ഞ കേട്ടോ. നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ പൈസ? ഇല്ല. ഇവിടെ ചോദിക്കാം. ഹലോ, ചന്ദ്രൻ ഇതിന്റെ എന്തോ ഇടപാടില്ലേ? ഇവിടെ ആരും കിടപ്പുണ്ടോ? അല്ലെ വണ്ടി കിടപ്പുണ്ടോ ഇവിടെ? വണ്ടി കിടപ്പുണ്ട്. ഞാൻ പുറത്തിറങ്ങണോ?
എന്തായാലും ഈ കത്തിൽ വെച്ചിട്ടൊക്കെ ഇവിടെ ബാറൊക്കെ നടക്കുമോ? കെ വി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആരുമായിട്ടാ? KB MS-13. ഇത് കക്കാശിയാണോ തോന്നുന്നത് കണ്ടിട്ട്. ഹലോ കേട്ടില്ല. ഹലോ അല്ല നിങ്ങൾക്ക് ഇതാരാ ഇതിനെ കണ്ടുപിടിച്ചോണ്ടോ? ബിസി ആയിപ്പോയി. ബ്രോ പേരെന്താ? അല്ല എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, അവരാണോ എന്നൊന്ന് കൺഫേം ചെയ്യാനായിരുന്നു. എന്താ? ഇല്ല നമ്മളിവിടെ ഉണ്ട്. ഇങ്ങ് വരൂ. ഹലോ റെഡ് ഹെയർ ബ്രോ, പേര് ഒന്ന് പേര് പറയാമോ? എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. അല്ലല്ല ഓക്കെ അല്ല. അതെ പുറത്തിറക്കണ്ട. നിങ്ങക്ക് അമ്മി കണ്ടുകൂടാ. ഞാൻ വിചാരിച്ചു മറ്റേ ഡെവിൻ മാരാറിന്റെ ചെറിയ കട്ടുണ്ട്, ഞാൻ വിചാരിച്ചു നോൺ ലുക്ക് മാറ്റിയതായിരിക്കും. എനിക്ക് 30 ഉണ്ട്, കൊറേ നേരമായിട്ട്. 28 ഇവിടെ നിന്നോ നമുക്ക് മാറിയാലോ? അമ്മക്ക് 28 കേക്കാം. സ്റ്റോറേജ് വെച്ചാൽ PO ഉണ്ടായാൽ മതി. സ്റ്റോറേജ് വെക്കാൻ പറ്റും, PO ഉണ്ടായാൽ മതി. പോയിണ്ടെങ്കിലും PO കാണിച്ചാൽ മതി. സാധനം അവിടെ വെച്ചെന്നുള്ളതിന്റെ തെളിവ് കാണിച്ചാൽ മതി. ഇപ്പൊ സെർവറിൽ പുറത്ത് പോയിട്ട് നമ്മള് കാര്യം ബോധിപ്പിക്കില്ല സാധനം പോയെന്ന്. അപ്പൊ ഇത് കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ വെച്ചാൽ മതി എന്ന് പറയുന്നേ? അവിടെ വെച്ചാൽ മതി. ഓക്കെ. സേഫ് ആണോ? ഗോഡാണോ പറഞ്ഞത്? അപ്പൊ നാളെ മുതൽ ഇതിറങ്ങണം, ബിസിനസ് പിടിക്കാൻ ആൾക്കാരെ തപ്പി ഇറങ്ങണം. സ്കാമേഴ്സും ഉണ്ട്, അപ്പൊ നല്ല ടൈമിൽ തന്നെ പിടിക്കണം. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കണം. പറയുമ്പോ തന്നെ ഒരു ക്യാമറ വിളിക്കുന്നുണ്ട്. ഹലോ സൂര്യ. അത് മഹാ ക്യാമറ, വലിയ സാധനം. വിളിച്ചോക്കട്ടെ, ഓനല്ലോ ഓന്റെ അച്ഛനുമായിട്ട് ഡീലാക്കാലോ. പക്ഷെ അവൻ പണ്ട് ആരാണ്ട് പരിചയം 100 കോടിയോ അങ്ങനെ എന്തൊക്കെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞിട്ടെ. അല്ലല്ലോ, ഓന് ഞാൻ എന്തായാലും പൈസ കൊടുക്കൂല. ഞാൻ വെച്ചിട്ട് വരാം. എന്താ? പോയി പുല്ല്. ഓക്കെ. TDM കളിച്ചിട്ട് ഇതാക്കാൻ തോന്നല്ലേ? TDM കൂടി കളിക്കാം. വാ വെച്ചിട്ടുണ്ട്. വെച്ചു ആ വെച്ചു. ഇതാ എത്ര 400 കോടി വെച്ചു. ബ്ലാക്ക് ബാ
ടി ഡി എം പോയാലോ? ടി ഡി എം റേഡിയോ കാണിച്ചേ. ആ റേഡിയോ കണക്റ്റഡ് അല്ലേ? ഒരു മിനിറ്റ്. ഇത് ഗ്യാങ് വണ്ടിയാടാ. അപ്പൊ വണ്ടി നമുക്ക് നാളെ എടുക്കാം അല്ലേ? ഒരു 300 കോടിന്റെ വണ്ടി എടുത്താലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമുക്കൊരു 4 സീറ്ററിന്റെ ഇങ്ങനെ ഒരു 50 സീറിന്റെ താഴെ അങ്ങനെയൊക്കെ വരുന്നതാണ് നല്ല വണ്ടി. പൈസ സീനല്ല കൊച്ചാപ്പി, പൈസ ഓട്ടെ. പുറത്ത് സാധനം ഇറക്കാം. ഏത് പുറത്ത് പ്രീമിയം ഇറക്കാലോ. ഏത് കഷ്ട സാധനം ഇറക്കാം. പക്ഷെ അത് 1-2 ദിവസം പിടിക്കുമെന്നാണ്. അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതായത് മതിയെന്ന് വെക്കുകയാണെങ്കിൽ അങ്ങനെ എത്തിയെടുക്കാനും പറ്റും. എന്റെ കയ്യിൽ കുറെ കസ്റ്റം പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവിടെ എന്താ ഇപ്പൊ നടക്കുവോ? അത് ഇറക്കിക്കളഞ്ഞു. റോൾസ് റോയ്സിന്റെ ഒരു 6 സീറ്റർ ഉണ്ടായിരുന്നു. അത് നടക്കുവോ? ഇത് അതുണ്ട്. വണ്ടിയും മറ്റേ എല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി തരും. അല്ലെങ്കിൽ നമ്മൾ വണ്ടി കണ്ടുപിടിക്കണം, അതിൽ പണി കയറ്റണം, അതിന്റെ മുകളിൽ നമുക്ക് വേണ്ട ഡിസൈൻ ചെയ്യണം. അപ്പൊ മൊത്തം സെറ്റ് ആണോ നിന്റെ? അല്ല അതില്ല, അതെല്ലാം പോയി. അതെല്ലാം സിറ്റിയിൽ വേറെ കൊണ്ടുപോയി. നമുക്കൊരു കസ്റ്റം ഒന്ന് ഇറക്കണം കേട്ടാ. പണ്ടത്തെ തോമേന്റെ അതിപ്പോ കറന്റ് ആയിടത്ത് ഇല്ലല്ലോ. ഇല്ല അതാ ചോദിച്ചേ. ഇതിപ്പോ ടി ഡി എമ്മിലേക്കല്ലേ? ഓപ്പൺ അല്ലേ കളിക്കുന്നേ? ഇവിടെ ഇപ്പൊ ഒറ്റ റൂം. മങ്കി കയറണം ഈ സമയത്തെല്ലാം. മങ്കി കയറിയുണ്ടല്ലോ മുത്തേ, പൈസ കളയല്ലേ. ആദ്യം ബിസിനസ് തുടങ്ങുക. എന്നാ പിന്നെ ആദ്യം ബിസിനസ് തുടങ്ങാം. ആ ബിസിനസ് തന്നെ ആദ്യം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞതിനൊന്നും വേണ്ടക്ക്. അപ്പോ ടി ഡി എം കളിക്കാം. പാട്ടിട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് ടി ഡി എം കളിച്ചിട്ട് വേല കളിച്ചിട്ട് ഞാൻ ഇറങ്ങാം. വേല നമുക്ക് അറിയില്ല കേട്ടോ. വേല കളിക്കണോ വേണ്ടോ എന്ന് പറയാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. നമുക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഭയങ്കര റേജ് ബൈറ്റിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയാന്ന് എന്താണെന്ന് ആകാന്നുള്ള. അയ്യോ ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഇല്ല. ഇല്ല. അയ്യോ ഇല്ല, ഞാൻ എടുക്കാം. വണ്ടി ഞാൻ എടുക്കാം. അല്ല വേണ്ട. ഇതാരാ? ഹലോ, ആരാ? പുള്ളിന്റെ വണ്ടിയായിരുന്നു കേട്ടോ. ഓട്ടോമാറ്റിക് എന്റെ 2 വണ്ടി പിന്നെ ഇമ്പോണ്ട്. എന്റെ ഇമ്പോണ്ടടാ. ഞാൻ എടുക്കാം. മങ്കി പവർ കാണിക്കാൻ എൻ്റെ പൊന്നു മോനെ. മങ്കി പവർ കാണിക്കാൻ വേണ്ടി ഇപ്പം നിന്നാണ്ടല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ മങ്കി പവർ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് മോനെ അറിയാം? കുറേ നാറികൾ ഇത് ക്ലിപ്പാക്കി പുറത്ത് വിടും. മനസ്സിലാ? ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ അടുത്ത് എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാം, എനിക്ക് പറയാം. പക്ഷേ ഇത് പുറത്തേക്ക് പോകുമ്പോൾ 2 മില്യൺ 3 മില്യൺ ആൾക്കാരിലേക്കല്ല ഇത് പോവാ, ഇതിൻ്റെ ക്ലിപ്പ്. അപ്പം അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളിവിടെ വാ സ്ക്രീൻ റെക്കോർഡ് ആക്കി. വാലറന്റ് കളിക്കാൻ അറിയോന്ന് നോക്കാം നമുക്ക്. വാലറന്റ് എനിക്ക് കളിക്കാൻ അറിയില്ല, അതല്ലേ ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് കളിച്ചു നോക്കാം. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. എന്ത് പറ്റി? സ്റ്റക്കാണല്ലോ. അപ്പൊ ടി ഡി എം കളിക്കാൻ പറ്റുമോ? ഈ പി അല്ലേ?
ആ അപ്പൊ പിന്നെ അവന്ന് വന്നവനാ. വണ്ടി ഓടിക്കണ ബ്രോന്റെ പേരെന്താ? കൊച്ചാപ്പി കൊച്ചാപ്പി. കൊച്ചാപ്പി ഡേയ് സൈക്ക്. സൈക്കാണോ? ഓ എടാ നിന്റെ മുടി കണ്ടിട്ടില്ല, മുടി ഇതല്ലോ. മുടിയൊക്കെ മാറ്റി ജാവ അവരെന്നെ അവിടെ ഇതൊക്കെ ഉണ്ടാവും. വെറുതെ ആണോ മനസ്സിലാകത്തെ? നിർത്തി. ഞാൻ വെറുതെ TDM കളിക്കാൻ കയറി. ഞങ്ങൾ ടീഡിയം കളിക്കാൻ വന്നായിരുന്നു. അപ്പൊ അവസ്ഥ TDM കത്തല. TDM കത്തലാണോ? ഓ അതെ അതെ അതെ. തീരെ കളിക്കാൻ പറ്റത്തില്ല. ഇല്ല PL കൂടുക. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഫാമിലിയിലൊക്കെ ഉണ്ടാ? ഇല്ല കൊച്ചാപ്പി മുതുക്കിലിറങ്ങാം. അല്ല അത് ഇവിടെ ഡ്രസ് ഹെൽമെറ്റ് ഉണ്ടായി വന്നേ. ആ ഹെൽമെറ്റ് ഇടാം, പക്ഷെ കളിക്കാൻ പറ്റില്ലാണല്ലോ പറയുന്നത്. ആ കളിക്കാൻ. ഹെൽമെറ്റ് എത്രയല്ലടാ എക്സി? റീഫ്രഷ് അടിക്കാൻ ഹെൽമെറ്റ് ഉണ്ടെന്നോ? ഹെൽമെറ്റ് ഒന്നും ഇല്ല ബ്രദർ. $150 ഹെൽമെറ്റില്, ഹാറ്റ്സ് ആൻഡ് ഹെൽമെറ്റില് 150. ഓ അപ്പൊ ഇതല്ലേ ഹാറ്റ്സ് ആൻഡ് ഹെൽമെറ്റ് സെക്ഷൻ ഉണ്ട്. $150 ടൈപ്പ് ചെയ്താൽ മതി. ആയില്ലേ? ആ സേവ് ചെയ്യണം. എന്നിട്ട് ഡ്രസ്സൊക്കെ അപ്ഡേറ്റ് കൊടുക്കാം. സേവ് ചെയ്യണം, പുതിയതായിട്ട് സേവ് ചെയ്യണം. ആ ഡ്രസ് സേവ് ചെയ്യട്ടെ. നീ സൈക്കിനെ അറിയോ ടാക്സി? സൈക്ക് ഓ സൈക്ക്. നൈസ് ടു മീറ്റ് യു ബ്രോ. പണ്ട് കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു KV-യില്. ആണോ? ഇപ്പൊ KV അന്വേഷിച്ചോണ്ടിരിക്കും. എന്താ ഒളിവിലാണോ? ഒളിവില എന്തായാലും ഇവന്മാരോട് എന്തായിരുന്നു ബിസിനസ്? വണ്ടിയാ? ചോദിച്ചു നോക്കിയാലോ, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. ചോദിച്ചു ഇതെന്താ ബ്രോ? വർക്കേഴ്സ് ആണോ? പണിക്ക് പോവാണോ? ബസ് തരുമോ? അവരെന്താ റോബറിക്ക് എന്തോ പോവാൻ തോന്നുന്നു. കൂട്ടത്തോടെ റോബറി. നീ എന്റെ പക്കം പോയി റോബറി, ഞാൻ എന്റെ പക്കം പോയി റോബറിയാ. പണ്ടത്തെ ആ വീട് കക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യായിരുന്നു. നാളെ ചെയ്യാം, നാളെ കുറേ പണിയുണ്ട്. ഇവിടുത്തെ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നിനക്ക്? ഞാൻ ഇന്നലെ പെർമനന്റ് മാറിയിട്ട് ഇന്ന് എത്തിയിട്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചത്തിനായിട്ട്. ഈ നമ്പർ ഫോണും വെച്ചാൽ അപ്പൊ കത്തിച്ചു വിടണാണ് പരിപാടി മെയിനായിട്ട്. ഇല്ല അന്ന് ഇറങ്ങിയതാ, 2-3 മാസത്തിന് ശേഷം വരുന്ന. 3 മാസത്തിന് ശേഷമാണ് വരുന്നേ? ഓ പെർമനന്റ് ആയിരുന്നു, കുറച്ചു കാലം പുറത്തായിരുന്നു. ഫോൺ മേടിക്കാൻ പൈസ ഉണ്ടോ? ഫോണില്ല അപ്പൊ? അല്ല അവന് ഫോൺ മേടിക്കാൻ പൈസ ഉണ്ടോ? ഫോൺ വാങ്ങാൻ പൈസ ഉണ്ടോ?
നാളത്തെ കളി ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? പൈസ ഉണ്ടോടാ? ഫണ്ട് ഉണ്ടോ? ഹലോ അയക്കേ. 19-20 പേരില്. അടിക്കണം. ഒരു കംബാക്ക് അനിവാര്യമാണ്. വെള്ളം കുടിച്ചു തീർത്ത് പുല്ല്. അത്രേയുള്ളൂ. ഞാൻ ഇത് മറന്നുപോയി. ആണ് മറ്റൊന്ന് അണ്ണന്റെ കളിയല്ലേ? ഓ ശരി. അണ്ണന്റെ കംബാക്ക് ആണേ. കൊച്ചാപ്പി ബോളെല്ലാം കൊടുക്കും. കൊച്ചാപ്പി ഞാൻ ഇറങ്ങാം. ആ എക്സി സൈക്ക കേക്കുന്നുണ്ടോ? നിന്റെ ഫണ്ട് ഉണ്ടോടാ? അല്ല നിനക്ക് അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. അങ്ങോട്ട് വേണോന്ന് ചോദിക്കുന്നയാ. അല്ല അത് പറയണ്ട എക്സി, അത് വേണ്ട. അതെ അപ്പൊ നാളെ കാണാം കേട്ടോ. അതെ ശരിയാ. ഓക്കെ ബൈ. നാളെ കുറേ പണിയുണ്ട് കൊച്ചാപ്പി, നേരത്തെ വരണം. ശരി എക്സി സൈക്ക. ഓക്കെ ബൈ.